നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗാളിൽ നിർണായക നീക്കം. വാരണാസിയിലെ യുവാക്കളെ കുറിച്ചുള്ള പ്രസ്താവനയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി. മോദിയുടെ ബംഗാൾ സന്ദർശനം. സന്ദേശ് ഖാലിയിലെ സ്ത്രീകളുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. മോദി വീണ്ടും കേരളത്തിലേക്ക്. BJP പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കവേ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തർപ്രദേശിലെ യുവാക്കളെ രാഹുൽ ഗാന്ധി മദ്യപാനികളായി ചിത്രീകരിച്ചെന്ന് പ്രധാനമന്ത്രി വിമർശിച്ചു. യുവാക്കളോടുള്ള കോൺഗ്രസ് മനോഭാവമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയിലൂടെ പുറത്തായതെന്നും അദ്ദേഹം വിമർശിച്ചു. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെ പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിൽ മദ്യപിച്ചു ലക്കുകെട്ട നിരവധി യുവാക്കളെ കണ്ടുവെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശമാണ് പ്രധാനമന്ത്രിയെ ചൊടിപ്പിച്ചത്. രാമക്ഷേത്രത്തെ രാഹുൽ ഗാന്ധി നിരന്തരം അപമാനിക്കുന്നുവെന്നും രാമക്ഷേത്രത്തിൽ കോൺഗ്രസിന് വിശ്വാസമില്ലെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. അംബാനിമാരും അദാനിമാരുമാണ് ക്ഷേത്രത്തിൽ പോകുന്നതെന്നും ദളിത് പിന്നാക്ക വിഭാഗങ്ങൾ അവിടേക്ക് പോകുന്നില്ലെന്നുമുള്ള രാഹുലിന്റെ വിമർശനത്തിനാണ് ഈ നിലയിൽ പ്രധാനമന്ത്രിയുടെ മറുപടി. അതേസമയം പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഖാലിയിൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പീഡന പരാതി ഉൾപ്പെടെ ഉയർത്തിയ സ്ത്രീകളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന് റിപ്പോർട്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബംഗാളിലെ BJPയുടെ വനിതാ വിഭാഗത്തിന്റെ സുപ്രധാന യോഗത്തിൽ പങ്കെടുക്കാൻ മാർച്ച് 6-നെത്തുന്ന പ്രധാനമന്ത്രി സന്ദേശ് ഖാലിയിൽ നിന്നുള്ള കുറച്ച് സ്ത്രീകളെ കണ്ടേക്കുമെന്ന് NDTV റിപ്പോർട്ട് ചെയ്തു. ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവായ ഷെയ്ഖ് ഷാജഹാനും കൂട്ടാളികൾക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സന്ദേശ് ഖാലിയിലെ സ്ത്രീകൾ രംഗത്തെത്തിയതോടെയാണ് നോർത്ത് 24 പർഗനാസിലെ ഗ്രാമം ദേശീയ ശ്രദ്ധയിലേക്ക് എത്തിയത്. തൃണമൂൽ നേതാവിനെതിരെ നിരവധി സ്ത്രീകൾ ലൈംഗിക പീഡന പരാതി ഉന്നയിച്ചു. കൂടാതെ ഭൂമി കൈമാറ്റ ക്രമക്കേടുകളും ഉന്നയിക്കപ്പെട്ടു. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ വിവിധ ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പുകളും ഷാജഹാനും കൂട്ടർക്കുമെതിരെ ആരോപിക്കപ്പെട്ടു. 1 മാസമായി ഷാജഹാൻ ഒളിവിലാണ്. സന്ദേശ് ഖാലി വിഷയത്തെ തിരഞ്ഞെടുപ്പിൽ നേട്ടമാക്കി മാറ്റാനുള്ള BJP നീക്കത്തെയാണ് ഗ്രാമത്തിലെ സ്ത്രീകളുമായുള്ള പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ചയെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. 2019 തിരഞ്ഞെടുപ്പിൽ ബംഗാളിൽ തങ്ങളുടെ നില മെച്ചപ്പെടുത്തി 19 സീറ്റുകൾ കൂടി BJP നേടിയിരുന്നു. ഇത്തവണ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് പാർട്ടി. ഷെയ്ഖ് ഷാജഹാനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതായി മമതാ ബാനർജിക്കെതിരെയും തൃണമൂൽ കോൺഗ്രസിനെതിരെയും BJP ശക്തമായ ആരോപണം ഉയർത്തുന്നുണ്ട്. അതിനിടെ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപന സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 27-ന് തിരുവനന്തപുരത്താണ് സമാപന സമ്മേളനം. സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 10 മണിക്ക് നടക്കുന്ന സമ്മേളനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്നും 1 മണിക്കൂർ സമയം അദ്ദേഹം സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ, ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.